എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമ്മളിത് അരി ഉഴുന്നൊന്നും വെള്ളത്തിലിട്ട് കുതിർത്തരയ്ക്കാതെ തയ്യാറാക്കി എടുക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുക്കാവുന്ന ഇൻസ്റ്റൻറ്റ് ഇഡലിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാൻ വെച്ചു. അതിലേക്ക് ഞാൻ 1 കപ്പ് റവ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. റവയുടെ കളറ് മാറേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂടെത്തുന്ന രീതിയിലൊന്ന് ചൂടെത്തിയാൽ മതിയാവും. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ റവ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തത് നേരത്തെ. ഇപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കുക. അപ്പം ഈ ഒരു ഗോതമ്പ് പൊടി എല്ലാം തന്നെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. തീ കൂട്ടിയിടരുത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ കരിഞ്ഞതിന് കളറൊക്കെ മാറിപ്പോവും. തീ കുറച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും കൂടി ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ നന്നായി തന്നെ ഒന്ന് പൊടിയും റവയും ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്ത ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ പൊടിയൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് 1 കപ്പ് റവ, 1.5 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് തൈര്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒരു ഇഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പം വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമൊക്കെ വരാം, കുറച്ച് അങ്ങോട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഇഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇളക്കിയെടുക്കണം. ഇതാ നന്നായി തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ നമ്മൾ ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ ഇളക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതാ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അത് ഇളക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 2 സ്പൂണോളം. അപ്പോൾ നമുക്കിതുപോലെ ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് വല്ലാതെ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ഒരു 2.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഡലി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇഡലി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ തട്ടെല്ലാം തന്നെ ഓയിൽ തടവി എടുത്തു. ഇനി നമുക്കിതിലേക്ക് ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ മാവെല്ലാം തട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. വെള്ളം നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ തട്ടായിട്ട് ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം അപ്പോഴും തന്നെ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതുപോലെ മുകളിലോട്ടൊന്ന് തളിച്ചു കൊടുക്കണം. ആ തട്ടിൻ്റെ ചൂടിലിരുന്ന് ഹാർഡായി പോവാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ എടുക്കാം. വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഇഡലിയാണിത്. അപ്പോൾ അരി ഉഴുന്നും ഒന്നും അരയ്ക്കാണ്ട് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാവുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ഇഡലിയാണ് നമ്മളിന്ന് കണ്ടത്. നമ്മൾ സാധാരണ ഇഡലിക്ക് കഴിക്കുന്നത് പോലെ ചമ്മന്തിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം കേട്ടോ. താങ്ക് യു.